ഹോയ് ഹോയ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ വെച്ച് നിർത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാറും ഒന്നും മിണ്ടാതെ സുരുകിൻ്റെ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നതായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോ വെച്ച് നിർത്തിയത്. ഈ ഒരു വീഡിയോയിലേക്ക് നോക്കുകയാണെങ്കിൽ ഉസാമി നമ്മുടെ ഈ ട്രൈവിന് ഒരു ടാസ്ക് കൊടുക്കണം, നമ്മുടെ യൂക്കി സുരുകി മറുവിന്. അതായത് ഗിഫു, ഒരു ലാൻഡ് ഏരിയയിലുള്ള ഒരു ഗിഫുവിലേക്ക് ഒരു ടാസ്ക് കൊടുക്കുകയാണ്. അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മാൻ ഈറ്റിംഗ് ഷാർക്കിനെ കണ്ടിട്ടുണ്ട് പറഞ്ഞത്. സോ അതിൻ്റെ വേറെ വേർഡ്സ് നിങ്ങൾ നോക്കണം എന്നിട്ട് പറയാനാണ്. സോ ഈ ഒരു ഗിഫിൻ്റെ മെയിൻ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ അത് ലാൻഡ് ഏരിയയാണ്. സോ അതിൽ എങ്ങനെ ഷാർക്ക് വരും, അതൊരു മാൻ ഈറ്റിംഗ് ഷാർക്ക്. സോ ഇപ്പോൾ ഇവർക്ക് ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. സോ ഇവരെന്ത് ചെയ്യുക, ട്രെയിനിൽ ആ ഒരു ഗിഫിലേക്ക് പോകാൻ നിൽക്കണം. സോ നമ്മുടെ ഇന്നലെ പറഞ്ഞ കാര്യം നമ്മുടെ സുറുകിന് മൈൻഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവൻ്റെ സംസാരിക്കണം. പക്ഷെ എങ്ങനെ പറഞ്ഞിട്ട് ഇവൻ്റെ ക്യൂരിയോസിറ്റി പിടിച്ചാൻ വേണ്ടിയിട്ട് ഒരു സാധനങ്ങൾ കിട്ടും. ഈ കേഴ്സ് സ്പിരിറ്റ് ടോക്കിയോയിൽ മാത്രമേ വരാവുള്ളൂ, എന്താണെന്നറിയോ പറഞ്ഞ പോലെ ചോദിക്കാം. കേഴ്സ് സ്പിരിറ്റ് അത് കേട്ട് മൂപ്പര് ഇതായി. അപ്പോൾ ഇത് കേട്ടവൻ അപ്പം എനിക്ക് തൊള്ളയുണ്ടില്ല നായി, പിന്നെന്താ പറയുക, നീ ഇന്നലെ മിണ്ടിയില്ല പറഞ്ഞിട്ടൊക്കെ ഇവനങ്ങനെ ചൂടാകുന്നു. ഇവനിപ്പോഴും മനസ്സിലായില്ല. സോ അപ്പം നമ്മുടെ യുക്കി പറയാണ്ട്, മോനെ ഈ കേഴ്സ് സ്പിരിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പീപ്പിളിൻ്റെ ഒരു നെഗറ്റീവ് ഇമോഷനാണ്. എന്താ പറയുക, ആ നെഗറ്റീവ് എനർജിനെയാണ് ഇമോഷൻ എനർജി ആവും. ഈ നെഗറ്റീവ് എനർജിനെയാണ് കേഴ്സ് എനർജി ആവും. ഈ കേഴ്സ് എനർജി കാരണമാണ് കേഴ്സ് സ്പിരിറ്റ് തന്നെ ഉണ്ടാവണം എന്നിട്ട് പറയണം. എന്നിട്ട് നമ്മുടെ സുരുകി പറയും, അതായത് ഈ ഒരു ടോക്കിയോയിൽ വർഷങ്ങളായിട്ട് 10-30 എത്രയോ വർഷങ്ങളായിട്ട് ഈ ഒരു എന്താ പറയുക കേഴ്സ് സ്പിരിറ്റിനെ ഒക്കെ എക്സോസ് ചെയ്യുന്ന മിഷൻ ഇപ്പം നടക്കാറില്ല എന്ന് ഏലിയന്മാർ കാലുകുത്തി അന്ന് തുടങ്ങിയാണ് പ്രശ്നം പറഞ്ഞിട്ട് നമ്മുടെ സുരുകി പറയാം. നമ്മുടെ ട്യൂബ്ലൈറ്റിന് കത്തിയില്ല മറുവിന് നമ്മൾ യുക്ക പറഞ്ഞോണ്ട്, എടാ മോനെ അവൻ ഉദ്ദേശം എന്താ പറഞ്ഞത്, നിങ്ങൾ ഏലിയൻസ് എപ്പോൾ എവിടെ എത്തിയോ അപ്പോഴേക്കാണ് ഈ കേഴ്സ് സ്പിരിറ്റ് എല്ലാം എവിടേക്ക് എത്താൻ അപ്പിയർ ആകാൻ തുടങ്ങി പറഞ്ഞിട്ട് പറയാം. പക്ഷെ നമ്മൾ പെട്ടെന്ന് നമ്മൾ ചെക്കൻ അറിയേണ്ടി പറയും, ഉസാമി പറഞ്ഞ പോലെ ഞങ്ങൾ അത്ര ടൈപ്പുള്ള ഏലിയൻസ് ഒന്നും അല്ല, ഞങ്ങളൊക്കെ നല്ല ആൾക്കാരെ കൊണ്ട് പറയുന്നത്. അപ്പോൾ യുക്കെ ചോദിക്കുന്നുണ്ട്, അപ്പം നീ ഏലിയൻ ആണെന്നാണ് പറഞ്ഞു വരുന്നത് പറയുമ്പോൾ അവൻ പറ്റിപ്പോയി, ഭയന്ന് വീണ് പോയി. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു, അത് ഒരു ടൈം ആകുമ്പോൾ ഞാൻ പറയാം, തൽക്കാലം നിങ്ങളെന്ന് മനസ്സിലാക്കൂ, ഞാൻ അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള ആളൊന്നും അല്ല പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ യുക്കെ പറയുന്നുണ്ട്, എനിക്കറിയാം എൻ്റെ മോനെ പറ്റി എനിക്കറിയാം പറഞ്ഞിട്ട് ഒക്കെ അവർ പറയുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, ആ ഒരു ഷാർക്ക് ഉണ്ട്, ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സോ ആദ്യം ഇവർ ചോദിക്കുന്നത് ഒരു മുത്തശ്ശനാണ്, മോനെ എൻ്റെ 2 ഉണ്ട കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് ഷാർക്ക്. സോ ഇവർക്ക് ബോഡിയും കിട്ടിയിട്ടുണ്ട്, എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് ആരും കണ്ടിട്ടുമില്ല. അതാണ് ഇപ്പോൾ ഇവർ അത് പറയുന്നത്. സോ ഇവർ ഈ പറഞ്ഞ ലൊക്കേഷൻ ഇപ്പോൾ അന്വേഷിച്ച് പോവാണ് നമ്മൾ ഈ ട്രൈവ്. സോ നമ്മുടെ യുക്കെ ഒറ്റയ്ക്കും അതുപോലെ തന്നെ സുരുകിയും മറുവും കൂടി വേറൊരു ലൊക്കേഷൻ കൂടി അങ്ങനെ പോവുകയാണ്. പിന്നെ ഇത് ഷാർക്ക് തന്നെയാണെന്ന് പറയണം മെയിൻ റീസൺ പറഞ്ഞാൽ അവൻ്റെ ബോഡീൻ്റെ ഓട്ടോപ്സി റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ അതൊരു ക്ലോ പോലത്തെ സാധനമുണ്ട്, അതായത് ഒരു ബിയർ മാന്തി പോലത്തെ ഒരു ക്ലോ ഉണ്ട്. സോ അതുകൊണ്ടും കൂടിയാണ് ഇവരിത് ഷാർക്കാണെന്ന് വിചാരിച്ച് ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു അസംഷൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ ഇവർ ഒരുമിച്ച് അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ സുരുകി എന്താ പറയുക, പിന്നെ കുറച്ച് അറിയാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഇപ്പോൾ ജപ്പാനിൽ ഇത് ഒരുപാട് അടുത്ത് സീക്രട്ടായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നില്ലേ കൊണ്ട് പറയണ്ടേ. അപ്പോൾ നമ്മുടെ മറുഞ്ഞ് എന്താ ഉദ്ദേശിച്ചു വരുന്നത്, അതായത് അവൻ ഡയറക്റ്റായി അവനെ ചോദിക്കണം, നിങ്ങൾ ഈ സത്യം പറ, നീ അണ്ടർ വാട്ടർ ഇൻവേഷൻ എന്തെങ്കിലും നടത്തുന്നുണ്ടോ എൻ്റെ രാജ്യത്ത് പറഞ്ഞ് ചോദിക്കേണ്ടത്. ഇത് അവനെ പെട്ടെന്ന് എന്താ പറയുക ആങ്കറാക്കുന്നു. സോ അവൻ ചോദിക്കേണ്ടത്, നിങ്ങളെ ഈ എർത്തിങ്സ് ഞങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങളൊക്കെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഒരു മൊറാലും കാര്യങ്ങളൊക്കെ ഉണ്ടോ പറഞ്ഞിട്ട് ചോദിക്കേണ്ടത്. അപ്പം നീ എൻ്റെ ടർഫിൽ വന്നിട്ട് എന്നോട് ചോദിക്കണം പറഞ്ഞിട്ട് ഇവരങ്ങനെ പ്രശ്നമാണ്. നിന്നെപ്പോലെയുള്ള ഇഡിയറ്റിന് എൻ്റെ ഗ്രൂപ്പിൽ ചേർത്ത് നിന്നെപ്പോലെയുള്ള ലോകമണ്ടനെ എപ്പോൾ എന്തെങ്കിലും കയറ്റുമോ അതാണ് പ്രശ്നം പറഞ്ഞത്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, കഴിഞ്ഞ മിഷനിൽ നിൻ്റെ ഈ ഒരു 3rd eye ഇല്ലേ നീ യൂസ് ചെയ്തില്ലേ, അതിന് ഫസ്റ്റ് പ്ലേസിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമുണ്ടോ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയും, എനിക്ക് സീക്രട്ട് എന്താ പറയുക, എൻ്റെ ഹയർ അപ്സിൻ്റെ ഓർഡർ പ്രകാരം എനിക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പിന്നെ എന്താണ് ഒരു കുട്ടീൻ്റെ ലൈഫിൻ്റെ ഒരു കേസ് വന്നപ്പോൾ നീ അത് ഉപയോഗിച്ച് പറഞ്ഞിട്ട് ഇവരങ്ങനെ പ്രശ്നം വരികയാണ്. സോ ഈ ടൈം ഇവർ തല്ലുകൂടുന്ന ആ ടൈമിൽ ഒരു ഷാർക്ക് ഇതിൽ കൂടെ പാസ് ചെയ്ത് പോവുകയാണ്. ഏതൊരു മണ്ണകൾ പറഞ്ഞിട്ട് അതിന് പാണ്ടിയും പോവാണ്. സോ ഇവർ പെട്ടെന്ന് അലേർട്ടാവുകയാണ്. എന്നിട്ട് നമ്മുടെ എന്താ പറയുക സുരുകി തൻ്റെ സോഡ് എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ മറുപടി വേണ്ട, നിൻ്റെ അറ്റാക്ക് എടുത്താൽ ഇവിടെ തീപിടുത്തം സംഭവിക്കും, കാട് കത്തും, ഓക്കെ ഗുഡ് ഐഡിയ. എന്നിട്ട് എന്ത് ചെയ്യും, ഇവൻ നേരെ ചാടിക്കറി ഷാർക്കിനെ പിടിക്കും. നമ്മൾ മറു പറയുന്നത് ഇപ്പം അറ്റാക്ക് ചെയ്യണം നാറി പറഞ്ഞിട്ട് നമ്മുടെ സുരുകി അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോസ്റ്റ്യൂമിൻ്റെ ഇടയിൽ കൂടെ ഒരു തല വീഴും. മക്കളിനെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ, പുതിയതാണോ പറഞ്ഞ് ചോദിക്കും. സോ ഇവരെല്ലാവരും നെട്ടാണ്. അപ്പം നമ്മൾ മറു പറയും, അയ്യോ അറ്റാക്കില്ല ഇത് ചെയ്തൊരു കളവനാ. അവൻ പറയും, ഞാൻ കളവൊന്നുമല്ല, എനിക്ക് 46 വയസ്സായിട്ടുള്ളൂ, ഞാൻ നിങ്ങളെപ്പോലെ തന്നെയായിരുന്നു,
ഫോർമർ ജിജുസു സോസറാണ് പറഞ്ഞിട്ട് പറയാണ്. സോ എൻ്റെ അത് മര്യാദക്ക് സംസാരിക്കാൻ പറയുമ്പോൾ നമ്മൾ മറു ഹലോ അങ്കിളേ, ഞങ്ങൾ കേട്ട് ഇവിടെ ഒരു മാനേജിങ് ഷാർക്ക് ഉണ്ടെന്ന്. അങ്കിളാണോ ആ ഷാർക്ക്? ഞാനൊന്നുമല്ല, പിന്നെ എൻ്റെ പേര് അങ്കിളൊന്നുമല്ല, എൻ്റെ പേരാണ് ഒസാഡ. ഞാനൊരു ഫോർമൽ ജിജുസു ഐ സോസറാണ്. ഓക്കെ, നിങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുന്നത് ഒരു ടൈഗറാണ്, പേര് ടൊർണോസ്കെ. ടൈഗറോ? അപ്പോൾ നമ്മൾ സുറിഗിനിട്ടാണ് ഈ ജപ്പാനിലും ടൈഗറോ? അതെ, ഇത് മുമ്പത്തെ ഒരു ഫോറിൻ ട്രേഡ് പ്രകാരം അതിനെ എന്താ പറയുക ഇല്ലീഗലായിട്ടുള്ള ആനിമൽസിനെ കൊണ്ടുവന്നിട്ട് ഇത് അവരുടെ ടെറിട്ടറിയാക്കി. ഈ ഒരു ടൊർണോസ്കിൻ്റെ ഗ്രാൻഡ് കുട്ടിയാണ് ഇപ്പോഴത്തെ ഈ ഒരു ആൾക്കാരെ കൊല്ലുന്ന ഈ ഒരു ടൈഗർ. പിന്നെ ഓക്കെ ബോയ്സ്, ഞാൻ പിന്നെ ഒരു കാര്യം പറയാം. ഹീസ് വെരി വെരി സ്മാർട്ട്. ചെറുപ്പത്തിലേ ഇത് ഭയങ്കര സ്മാർട്ടായിരുന്നു. സോ സംഭവിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ട്രീറ്റ് പ്രകാരം ഇവിടെ ഒരുപാട് സോളാർ വന്നു ഈ ഏരിയ. സോ കാടൊക്കെ വെട്ടിത്തള്ളി സോളാർ വന്ന ശേഷം ഇവിടുത്തെ വെള്ളവും കാര്യങ്ങളും എല്ലാ റിസോഴ്സും പോയി. സോ ഇവർ കാട്ടിൽ നിന്ന് നേരെ വില്ലേജിലേക്ക് ഇറങ്ങി. വില്ലേജ് ആൾക്കാർ ഇത് കണ്ട് ഇപ്പോൾ ഇവനെ കണ്ടുപിടിച്ചിട്ട് ഇവരുള്ളവരെ എല്ലാവരും കൊന്നു. സോ അതിലിപ്പോൾ ആകെ ബാലൻസ് ഉള്ളത് ടോർണോസ്കെ മാത്രമാണ്. സോ അവനെ രക്ഷിക്കുന്നത് എൻ്റെ ടാസ്ക്കാണ് പറഞ്ഞിട്ട് നമ്മുടെ ഒസാഡ പറയാണ്. പക്ഷേ ഈ കാര്യം നമ്മുടെ സുരേഖ ഇഷ്ടമാവില്ല. ഞാൻ എന്നാലും ഇതിനെ കൊല്ലും പറഞ്ഞിട്ട് നടക്കുകയാണ്. സോ എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല പറഞ്ഞിട്ട് നമ്മുടെ ഒസാഡ നേരെ ഫസ്റ്റ് തന്നെ പോവാണ്. അതായത് ഇവൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഇത് ഇന്നെ രക്ഷിക്കുകയാണെങ്കിൽ ഇത് കൊന്ന ആൾക്കാരോ അതിൻ്റെ ഫാമിലിയോ അവരിനോടൊക്കെ എന്ത് പറയും പറഞ്ഞിട്ട് അത് നമ്മളെ സൂര്യൻ്റെ മൈൻഡിൽ. സോ ഇപ്പോൾ നമ്മുടെ ഒസാഡ നമ്മൾ പോയല്ലോ, അവൻ്റെ ഫ്ലാഷ് ബാക്കിൽ ഇവൻ്റെ ചെറുപ്പത്തിൽ ഈ ഒരു ടൊർണോസ്കെ ആയിട്ടുള്ള കളിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ്. സോ ഇവൻ എന്നാലും രക്ഷിക്കണം പറഞ്ഞിട്ട് നമ്മൾ ഒസാഡ ചിന്തിക്കുകയാണ്. സോ നോക്കിക്കഴിഞ്ഞാൽ മൂപ്പർ നേരെ ഊച്ചി എന്താ പറയുക മരത്തിൻ്റെ മേലെ അവിടെ നിൽക്കണം. സോ ഇവ നേരെ ചാടി വീണ് നമ്മുടെ ഒസാഡിൻ്റെ കയ്യിൽ മാർക്ക് ചെയ്യും, മന്ത്രി. അപ്പം നമ്മുടെ സൂര്യ നേരെ കളത്തിലിറങ്ങി. സോ എന്നിട്ട് അവനോട് പെർമിഷൻ ചോദിക്കുന്ന പോലെ നോക്കുകയാണ്. അവനെ വേദനിപ്പിക്കാതെ കൊന്നിക്ക് പറഞ്ഞിട്ട് നമ്മുടെ ഒസാഡ പറയാണ്. അങ്ങനെ കൊന്നിക്കുകയാണ് നമ്മുടെ ടൊർണോസ്കിനെ. ഭയങ്കര സങ്കടത്തിലാണ് നമ്മുടെ ഒസാഡ. സോ ഈ മിഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മറുപടി നോക്കി വരികയാണ് നമ്മുടെ എന്താ പറയുക സുരേഖ. സോ അവനെ ഒരു മരച്ചോട്ട് നോക്കി ഇരിക്കുകയാണ്. സോ അവൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് അവൻ പറയാണ്, നീ ചോദിച്ചില്ല ഞാൻ എന്തുകൊണ്ട് യൂസ് ചെയ്യാത്ത പറഞ്ഞത്. അതായത് നിങ്ങൾ തമ്മിൽ ഈ ഒരു എർത്ത്ലിങ്സിൻ്റെ ഇൻഫർമേഷനുകൾ ഗ്യാദർ ചെയ്തിട്ട് നിങ്ങളായിട്ട് ലയിച്ച് ജീവിക്കാനുള്ള ഒരു മിഷനാണ് എനിക്ക് തന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ ഒരു പവർ യൂസ് ചെയ്യുന്ന കാര്യം എൻ്റെ ട്വിൻ ബ്രദറിനും ഇതേ പവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ അറിയാൻ പറ്റും. സോ എനിക്കിത് എമർജൻസിയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴേക്കും നമ്മുടെ സുരേഖ് കാര്യം മനസ്സിലാകുന്നത് ഇവനൊരു ട്വിൻ ബ്രദർ ഉണ്ട് പറഞ്ഞിട്ട്. സോ ഇവരിങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്തായിരിക്കും അവൻ മരത്തിൻ്റെ സൈഡിൽ കൂടെ ഒരു കബ്ബ് വരുന്നത്, അതായത് ഈ ടൊർണോസ്കിൻ്റെ കുട്ടീനെയാണ്. സോ സുരേഖ അതിനെ എടുക്കുകയാണ്. സോ നമ്മളെ ഒസാഡ വിചാരിക്കും ഇവനെ ആ കുട്ടീനെ കൊന്നു കളയും പറഞ്ഞിട്ട്. പക്ഷേ ഒസാഡയ്ക്ക് നേരെ നമ്മുടെ സുരേഖ ഏൽപ്പിക്കുകയാണ്, ഇതിനെ നന്നായി നോക്കി പറഞ്ഞിട്ട്. അവൻ തീർച്ചയായും പറഞ്ഞിട്ട് നോക്കുകയാണ്. കാരണം ഇവൻ്റെ വില്ലേജ് എന്ന് പറയുന്നത് ഇവൻ്റെ ഹോം എന്ന് പറയുന്നത് വില്ലേജിനും കാട്ടി എന്താ പറയുക കുറച്ച് ഉള്ളിലൊക്കെയാണ്. സോ അത് ആരും പേരും തിരിച്ചറിയില്ല. സോ ഇവനെ വളർത്താൻ വേണ്ടി കൊടുക്കുകയാണ്. അപ്പം നമ്മൾ മറു ചോദിക്കേണ്ടത് എനിക്കിത് ഓക്കെ ആണോ ഇതിനെ ഇങ്ങനെ കൊടുത്തിട്ട് പോകാൻ പറഞ്ഞിട്ട്. എൻ്റെ മിഷൻ കഴിഞ്ഞു, എന്നെ കൊന്നു കളഞ്ഞു, ബാക്കിയുള്ളൊക്കെ അവൻ്റെ കാര്യം എനിക്ക് അതിൽ ബന്ധമില്ല പറഞ്ഞിട്ട്. പിന്നെ അയാൾ നോക്കിക്കോളും പറഞ്ഞിട്ട് നമ്മുടെ സുരകി മറു അവിടെ നിന്ന് പോവുകയാണ്. സോ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് പരിഗണിക്കുക. ബാക്കി പിന്നെ കാണാം.